സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിനോടുള്ള ഇന്നത്തെ ഈ അടുപ്പം ഐക്യജനാധിപത്യ മുന്നണിയെ സാരമായി ബാധിക്കും എന്ന പരോക്ഷ സന്ദേശം കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായ നേതാവ് ഇന്നലെ മുരളീധരൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം പരിപൂർണമായും ശരിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുരളീധരൻ അവസാനം പറഞ്ഞത് ഒരു കുറ്റബോധം കൊണ്ട് ക്ഷമാപണം നടത്താൻ കിട്ടിയ ഒരവസരമായിരുന്നു വയനാട്. ഒരാഴ്ച മുമ്പേ ഈ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഇന്നേ വരെ കാണാത്ത രൂപത്തിൽ വർഗീയത ഛർദ്ദിച്ച സന്ദീപ് വാര്യരെ തുറന്നു കാട്ടുകയാണ് ഇന്നലെ മുരളീധരൻ ചെയ്തിട്ടുള്ളത്. ആ മുരളീധരൻ്റെ നിലപാടിനോട് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് വ്യക്തമാക്കണം. SDPI RSS അവിശുദ്ധ ബന്ധത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണിത്. ഇത് വളരെ സമർത്ഥമായിട്ടാണ് ഈ നാടകം ഒപ്പിച്ചെടുത്തത്. അപ്പോൾ SDPIക്കാർ ഇപ്പോൾ കോൺഗ്രസിനോട് പറഞ്ഞത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ജയിക്കാൻ, RSSനെ കൂട്ടുപിടിക്കാൻ സന്ദീപ് വാര്യരെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകങ്ങൾ ഇപ്പോൾ കളിക്കുന്നത്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ RSSൽ നിന്ന് മാറിയിട്ടില്ല. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഒരു രൂപത്തിലും മോചിതനായിട്ടില്ല. ആ രൂപത്തിലുള്ള ഒരു സന്ദേശവും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കൊടുക്കാതെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഐക്യജനാധിപത്യ മുന്നണി. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അമ്മ മരിച്ചേ കാണാൻ വേണ്ടി ആരും വരുന്നില്ല, BJPൻ്റെ നേതാക്കന്മാർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്നാശ്വസിപ്പിക്കൂല, നിങ്ങളാശ്വസിപ്പിക്കൂല. ആരാ ചെയ്യാത്തത്? അപ്പം മരണ വീട്ടിൽ വന്നില്ല, കാണാൻ വന്നില്ല, അത് തെറ്റായിപ്പോയി എന്ന് ഞാനൊരു ഭാഗത്ത് പറയുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശവുമായി ബന്ധപ്പെട്ട് AK ബാലൻ പ്രതികരിക്കുകയായിരുന്നു.